മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മഹിയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അനന്തുവിൻ്റെ ഫോണിലോട്ടാണ് വിളിക്കുന്നത്. അനന്തു ഉടനെ തന്നെ മഹിയുടെ അടുത്ത് കൊടുക്കുന്നു. ഇവിടെ തന്നെ നിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണൻ്റെ സൗണ്ട് കേട്ടതും വളരെ സന്തോഷിക്കുന്ന മഹിയാണെങ്കിൽ കണ്ണനോട് എല്ലാ കാര്യങ്ങളും തിരക്കുകയാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ണേട്ട? എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഇവിടെ ലേഖയാണെങ്കിൽ എന്നെ നല്ല രീതിക്ക് തന്നെ നോക്കിക്കോളും, അതുകൊണ്ട് കണ്ണേട്ടനൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറയുന്നത്, ലേഖ നിന്നെ നല്ലപോലെ നോക്കിക്കോളും, അതുകൊണ്ട് നീ സമാധാനമായിട്ട് അവിടെ സന്തോഷമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ലേഖയാണെങ്കിൽ ഉടനെ ഫോൺ മേടിച്ചിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ നിന്നെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, മഹിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മഹിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് നിർത്താറായല്ലോ എന്നൊക്കെ ലേഖ പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, അപ്പോൾ നീയാണല്ലേ മഹിക്ക് ഇങ്ങനെ വരാനെല്ലാം പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ലേഖയാണെങ്കിൽ മഹിയെയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നു. പിന്നീട് ഉണ്ണിയാണ് കാണിക്കുന്നത്. ഉണ്ണിയാണെങ്കിൽ കരുണയെ വിളിക്കാനായിട്ട് കരുണാലയത്തിലോട്ട് പോകാനായിട്ട് റെഡിയാകുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ദുർഗ വരുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നു, മോനെ നീ കരുണയെ ഇനിയെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വാ, കരുണയ്ക്ക് ഈ വിശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാകും എന്ന് പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അതിന് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ കരുണയുടെ അടുത്തോട്ട് തന്നെയാണ് അമ്മയെ പോകുന്നത് എന്നെല്ലാം പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട് ദുർഗ. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, ഈ വിവരം ഞാൻ ഒരിക്കലും മോളെ വിളിച്ച് പറയില്ല, നീ തന്നെ നേരിട്ട് പോയി പറഞ്ഞാൽ മതി എന്നെല്ലാം പറയുകയാണ് ദുർഗ. ഇനി അവനെങ്ങാനും അവളുടെ കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് അവളെയും സ്വീകരിക്കുമോ, ആരുടെയെങ്കിലും കുഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടെന്നെല്ലാം ദുർഗ പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അതൊരിക്കലും സംഭവിക്കില്ല അമ്മേ, അയാളാണെങ്കിൽ വഞ്ചിച്ച ഒരാളെ അയാൾ കൂടെ നിർത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇതെപ്പോൾ സംഭവിച്ചു ഇങ്ങനെ ഒരു കാര്യം, അവൾ എപ്പോഴാണ് മതിൽ ചാടിയതെന്നെല്ലാം ദുർഗ ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ആ സൈറ്റിൽ നിന്ന് സൈറ്റിലോട്ട് യാത്രയല്ലേ, അതേസമയം ആ ബാലചന്ദ്രനെ സംശയിക്കണം, അയാളായിരിക്കുമോ ഇനി അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനെന്നൊക്കെ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്, ചിലപ്പോൾ അതാകാനും ചാൻസ് ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയുടെ അടുത്ത് പോയതിന് ശേഷം ദുർഗയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്, എന്നാലും ഇവൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ഒരു ആലോചനയിൽ തന്നെ നിൽക്കുകയാണ്. പിന്നീട് കരുണാലയത്തിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ മോഹിനിയെ കാണുന്നത് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മോഹിനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ മോഹിനി പറയും, എന്താ മോനെ ഒരു ദേഷ്യത്തിലാണല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ, എനിക്കത് നിങ്ങളോട് പറയാൻ അറപ്പാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് കേൾക്കേണ്ടവരെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോളുമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് പെട്ടെന്ന് തന്നെ വല്ലാതെ ആകുന്നുണ്ട് മോഹിനി. അതേസമയം പ്രതാപനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വന്നത്, എൻ്റെ മോളെ ശല്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും അങ്ങനെ തന്നെയാണ് ഉണ്ണിയോട് ചോദിക്കുന്നത്. ഇത്തവണ ഞാൻ വന്നതിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്, എനിക്ക് കരുണയെ എളുപ്പം കാണണമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കും, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോളാനെല്ലാം കരുണ പറയുമ്പോഴേക്കും, നിന്നോട് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്, നീ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ വിളിച്ചുകൊണ്ട് തന്നെ ഉണ്ണി പുറത്തോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് മഹാലക്ഷ്മി ഗർഭിണിയാണെന്നും മഹാലക്ഷ്മി ഗർഭിണിയായതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉണ്ണിയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്. അത് കേട്ട് വളരെ ഞെട്ടി നിൽക്കുകയാണ് കരുണ ചോദിക്കുന്നുണ്ട്, ഗർഭിണിയോ, അവൾ എങ്ങനെ ഗർഭിണിയായെന്നെല്ലാം ചോദിച്ചുകൊണ്ട് കരുണയ്ക്കാണെങ്കിൽ ആകാംക്ഷയോടു തന്നെ ഉണ്ണിയോടായിട്ട് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് മാത്രമാണ് ആർക്കും അറിയാത്തത്, അതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടതെന്നുമെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണെങ്കിലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനല്ല എന്ന് കണ്ണേട്ടൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർ തമ്മിൽ ഇപ്പോൾ രണ്ടിടത്തായിട്ടാണ് താമസം എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട് കരുണ. മോഹിനിയാണെങ്കിൽ ആകെ വല്ലാതെ തന്നെ നിൽക്കുകയാണ്. അതേസമയം കരുണയാണെങ്കിൽ ഉണ്ണിയുടെ കൂടെ തന്നെ പോകാനായിട്ട് റെഡിയായി വരുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട്, മോളാണെങ്കിൽ ഉണ്ണിമോൻ്റെ കൂടെ പോവുകയാണല്ലേ, എനിക്ക് സന്തോഷമായെന്നെല്ലാം പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, അപ്പോൾ മോളുടെ വിശേഷമൊന്നും അമ്മ അറിഞ്ഞില്ല അല്ലേ, മോൾക്കാണ് അവിഹിതം, അതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് മോഹിനിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ മോഹിനിക്ക് അറിയാമല്ലോ അത് കണ്ണൻ്റെ കുഞ്ഞാണെന്നും, പക്ഷേ ഇവരുടെ മുന്നിൽ അതൊന്നും പറയാൻ പറ്റാതെ മോഹിനിയാണെങ്കിൽ ആകെ കിടന്ന് ഉരുകയാണ്. അങ്ങനെ ഇതറിയുന്ന മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ മോഹിനിയുടെ നേരെ തിരിയുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, നിനക്ക് വലിയ അഹങ്കാരമല്ലായിരുന്നു നിൻ്റെ മൂത്ത മോളെക്കുറിച്ച്, ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൾക്കാണേ അവിഹിതം വന്നിരിക്കുന്നു, അവൾ എങ്ങനെ ഇത് സാധിപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ, കണ്ണനല്ല എന്നുള്ള സ്ഥിതിക്ക് ആരായിരിക്കും മുന്നേ അവളുടെ കുഞ്ഞിൻ്റെ തന്ത എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ മോഹിനിയുടെ നേരെ തിരിയുന്നുണ്ട്. തൻ്റെ മകളെക്കുറിച്ച് അപവാദം പറയുന്നത് കേട്ട് മോഹിനിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഉടനെ തന്നെ മോഹിനി ഇവരെല്ലാവരും പോയതിന് ശേഷം
മഹിയെ വിളിക്കുന്നുണ്ട്. മോളെ, മോൾക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. അവിഹിത ഗർഭമാണെന്നെല്ലാം പറയുന്നുണ്ടെന്നെല്ലാം മഹിയോടായിട്ട് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അമ്മയെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടായി, ഞാനൊന്ന് ഗോവണിപ്പടിയിൽ നിന്ന് താഴോട്ട് വീണു, അത് മനഃപൂർവ്വം അവർ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം പറയുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിച്ചോ മോളെ, മോൾക്കും കുഞ്ഞിനും എന്നെല്ലാം പറയുമ്പോൾ ഒന്നും സംഭവിച്ചില്ല അമ്മേ, ഞാൻ ലേഖയുടെ വീട്ടിലാണ്, ഇനി എൻ്റെ പ്രസവം കഴിയുന്നവരെ ഞാൻ ലേഖയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. കണ്ണേട്ടൻ എന്നോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഇവർക്കെല്ലാം തിരിച്ചടിയായിട്ട് ഞങ്ങളാണെങ്കിൽ രംഗത്ത് വരുന്നതെന്ന് മഹിയാണെങ്കിൽ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്. അമ്മ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട, എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല, അമ്മ നോക്കുന്നത് പോലെ തന്നെ എന്നെ ലേഖ പൊന്നു പോലെ നോക്കിക്കോളും, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, അമ്മയ്ക്ക് എന്നെ കാണണമെങ്കിൽ ലേഖയുടെ വീട്ടിൽ വന്നാൽ മതിയെന്നൊക്കെ പറയുകയാണ് മഹി. പിന്നീട് കണ്ണൻ്റെ അടുത്ത് ദുർഗ വരുന്നുണ്ട്. മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് പറയാൻ മടിക്കരുത്, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മ നടത്തി തരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു ആവശ്യവുമില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. പക്ഷേ ദുർഗയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ണനോട് ചെയ്യുന്ന ചെറിയൊരു ചതിയാണെന്നുള്ള കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദുർഗയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.